KVS ഹരിദാസ്, ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം മതവും ഭരണകൂടവും രണ്ടല്ല ഒന്നായി മാറുന്ന ദിവസമാണ് തിങ്കളാഴ്ച, അതായത് പ്രാണപ്രതിഷ്ഠാ ദിനം. അവിടെ മോദി ഷോയാണ് നടക്കുന്നത്. അവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ ശങ്കരാചാര്യർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് മറുപടി? ഞാൻ വരാം അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സ്മൃതി ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാം. രാജ്യം കണ്ട ഏറ്റവും വലിയ ആഘോഷ ചടങ്ങായിരിക്കും ജനുവരി 22-ന് കാണാൻ പോകുന്നത്. ഇന്ത്യയെ മാത്രമല്ല, ലോകമെമ്പാടും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കോടാനുകോടി വീടുകളിൽ ഇതിനകം ശ്രീരാമന് പൂജിച്ച അക്ഷതം എത്തിക്കഴിഞ്ഞു. ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഫോട്ടോയും എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ പോലെ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, NSSും SNDPയും വിശ്വകർമ്മ സഭയും KPMSും അങ്ങനെ എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. അവരൊക്കെ ചടങ്ങുകളുമായിട്ട് സഹകരിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും എല്ലാ സമുദായ സംഘടനകളും ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഘോഷ ചടങ്ങായിരിക്കും ഇത്. അന്ന് കോടാനുകോടി വീടുകളിൽ, കോടാനുകോടി സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ, വിശ്വാസികൾ ഒന്നിച്ചിരുന്ന് ഈ ചടങ്ങുകൾ കാണുന്നുണ്ടാവും. ഇൻ്റർനെറ്റിൻ്റെ യൂസേജും TV-യുടെ റേറ്റിങ്ങും നിങ്ങളന്ന് പരിശോധിച്ചോളൂ. ലോകത്തിൽ ഇതിന് ഇത്രത്തോളം ആൾക്കാർ കണ്ട മറ്റൊരു മഹാസംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി വേറൊന്ന്, അന്ന് വൈകിട്ട് കോടാനുകോടി ഹിന്ദു ഭവനങ്ങളിൽ മുഴുവൻ ചരാതുകൾ തെരിയും, വിളക്കുകൾ തെരിയും, അമ്പലങ്ങളിൽ മുഴുവൻ ആഘോഷങ്ങൾ നടക്കും. ഇങ്ങനെ ഒരു ചടങ്ങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആസേത് ഹിമാചലം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും നമ്മൾ കണ്ടില്ലേ ശ്രീരാം ജയജറാം എന്ന പാട്ട് പാടുന്ന ആൾക്കാരെ. അപ്പോൾ അങ്ങനെ ഒരു വികാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വസ്തുതയെങ്കിലും ഈ വിമർശകന്മാർ ആദ്യം അംഗീകരിക്കുക. രണ്ടാമത്തെ കോൺഗ്രസിന്റെ കാര്യം, നേരത്തെ സൂചിപ്പിച്ചതിന് കോൺഗ്രസിന്റെ കാര്യം, ഇടപെട്ടോട്ടെ ശ്രീ അവർക്ക് ആരെ മഹാആഘോഷത്തിൽ ശ്രീ ശങ്കരാചാര്യന്മാർ വരുന്നില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ വരുന്നുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ സ്മൃതി. ഞാൻ അതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം വിട്ടുപോകും. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടൊക്കെ ഈ ഒരു നിലപാടെടുക്കുന്നത്. അതിൽ തന്നെ പലർക്കും പല അഭിപ്രായമുണ്ട്. പല കോൺഗ്രസ്സുകാരും സരയുവിൽ പോയി കുളിച്ചോ, അയോധ്യയിൽ പോയി തൊഴുതു. ഇനിയും പോകാൻ തയ്യാറാകുന്നുണ്ടാവും പലരും. പക്ഷേ ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 50 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടണമെങ്കിൽ കേരളത്തിൽ സമസ്തയും ലീഗും പറയുന്നത് കേൾക്കണം. സമസ്തയും ലീഗും വിരൽ ഉയർത്തിയപ്പോൾ ഇവർ ഒളിച്ചോടുകയല്ലേ ചെയ്തത്. കോടാനുകോടി ഹിന്ദുക്കളുടെ വികാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഇവർ അവഗണിക്കുകയല്ലേ ചെയ്തത്. അതിന് മറുപടി കോൺഗ്രസ് പറയേണ്ടി വരും. കേരളത്തിൽ മാത്രമല്ല, ലീഗ് എന്താണ് പറഞ്ഞത്? ലീഗ് എന്ത് പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്? ലീഗ് എന്താണ് പറഞ്ഞത്? അത് അവരുടെ വിശ്വാസത്തിന്റെ വിഷയം, ഞങ്ങൾ ഇടപെടുന്നില്ല എന്നല്ലേ ലീഗ് പറഞ്ഞത്? ലീഗ് സമസ്ത പറഞ്ഞതിന് അപ്പുറത്ത് ലീഗിന്റെ ഒരു നിലപാടുണ്ടോ കേരളത്തിൽ? പറയുന്നുണ്ടാവും ലീഗ്. കോൺഗ്രസ്സുകാരെ നിലപാട് സമസ്തയുടെ നിലപാടല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ KVS, ഇതൊക്കെ പറഞ്ഞോട്ടെ. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ സിദ്ധാന്തമാണിത്. അതിൽ അവർക്ക് ഉറച്ചു നിൽക്കട്ടെ. അവർ പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലും വരട്ടെ, നമുക്ക് കാണാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തേത് ശങ്കരാചാര്യന്മാരുടെ കാര്യം. ഇന്ത്യയിൽ 4 ശങ്കരാചാര്യന്മാരാണ് ഉള്ളത്, പ്രധാനമായിട്ടുള്ളത്. അതിൽ പുരി ഒഴിച്ചുള്ള എല്ലാ ശങ്കരാചാര്യന്മാരും ഈ ചടങ്ങിന് പരിപൂർണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യന്മാരാരും ഇത്തരം സമ്മേളനങ്ങളിൽ, ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ പുരി ശങ്കരാചാര്യർ കോൺഗ്രസ്സുകാരുടെ ശങ്കരാചാര്യരാ. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ആളാണ്. അയോധ്യ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്ന ആളാണ്.
സ്ത്രീകൾ വേദം പഠിച്ചുകൂടാ, സ്ത്രീകൾ പൂജ നടത്തിക്കൂടാ എന്ന് പറഞ്ഞ ശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യർക്കൊപ്പമാണോ കോൺഗ്രസ്സുകാര്? ആ പ്രാണപ്രതിഷ്ഠാദിനത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണോ ശങ്കരാചാര്യരുടെ രാഷ്ട്രീയം ബിജെപിക്ക് മനസ്സിലായത്? ശ്രീ കെ വി എസ് ഹരിദാസ്, അല്ല അതിനു മുമ്പൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അല്ല, എന്റെ സ്മൃതി ചരിത്രം പഠിക്കൂ, പുരി ശങ്കരാചാര്യരെ മനസ്സിലാക്കൂ. ബി ജെ പി ചരിത്രം എന്തായാലും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരിക്കലും അയോധ്യ പ്രക്ഷോഭത്തെ എതിർത്തു. അയോധ്യ പ്രക്ഷോഭത്തെ എതിർത്തു, പറയൂ. മതി. ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവൻ ഇന്ന് BJP തെളിച്ച വഴിയിലൂടെയാണ് നീങ്ങുന്നത്. BJP എന്താണോ ആഗ്രഹിച്ചത് ആ വഴിയിലൂടെയാണ് നീങ്ങുന്നത്. ഹിന്ദു ലോകം മുഴുവൻ, ഹിന്ദു സമൂഹം മുഴുവൻ അതിനൊപ്പം നീങ്ങാൻ പോവുക. കാണാൻ പോകുന്നത് ആക്ഷേപിക്കാം. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ മാത്രം അഭിസംബോധന ചെയ്യുകയാണ് താങ്കൾ. ഈ ചർച്ചയിൽ മുഴുവൻ ഹിന്ദുക്കളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാണോ? ഇനി അങ്ങനെ ആയി കഴിഞ്ഞു എന്നാണോ? പ്രാണപ്രതിഷ്ഠാ ദിനം തൊട്ട് അങ്ങനെയാണെന്നാണോ? ആണെങ്കിൽ പറയൂ. ഹിന്ദുക്കളുടെ അല്ല, സ്വാമി അഭിമുഖാനന്ദ സരസ്വതി ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയുടെ പ്രതികരണം കരൺ താപ്പറിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അവരതിനെതിരാണ്. നിർമോഹി അഗോഡയിലെ ഒരു വിഭാഗം അതിനെതിരാണ്. അതുകൊണ്ട് പുരിയിലെ മാത്രമല്ല, അത് ശരിയല്ല വസ്തുതാപരമായി. അല്ലെന്നേ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയുമായിട്ട് അഭിമുഖാനന്ദ സരസ്വതി. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞേ കേൾക്കൂ. ഇന്ത്യയിൽ എത്ര ശങ്കരാചാര്യ മഠമുണ്ട്? ആദി ശങ്കരാചാര്യ സ്ഥാപിച്ച എത്ര മഠമുണ്ട്? ഒരാളെ ബാക്കി 3 പേരും സാധാരണ ശങ്കരാചാര്യന്മാര് പരസ്യ പ്രസ്താവന ഇറക്കാറില്ല. പരസ്യ പ്രസ്താവന ശങ്കരാചാര്യന്മാർ ഇറക്കാറില്ല. പക്ഷെ ഇത്തവണ ഇറക്കി. അയോധ്യയിലെ എന്തുകൊണ്ടാണ് ഇറക്കിയത്? അത് രാഷ്ട്രീയ പരിപാടിയാക്കുന്നത് കൊണ്ടാണ് പ്രതികരിച്ചത്. അതിനൊപ്പം പോകണം. ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഭരണഘടന വന്നതിന് ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രം വെച്ച് നമുക്ക് ഒരു കാര്യത്തെ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. സ്വാമി ഭാരത തീർത്ഥ, സ്വാമി നിശ്ചലാനന്ദ സരസ്വതി, സ്വാമി സദാനന്ദ സരസ്വതി, സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി അല്ലേ? ഇവരാരും ഇല്ലല്ലോ. മാത്രമല്ല ഈ ഇവിടുത്തെ പഴയ ക്ഷേത്രങ്ങൾ, പഴയ പുരാതന ക്ഷേത്രങ്ങൾ എത്രയോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പുരി മാത്രം എന്നുള്ളത് വിട്ടോ. മാത്രമല്ല ഈ പഴയ പുരാണം വെച്ച് നോക്കി, ചരിത്രം വെച്ച് നോക്കിയ പഴയ ക്ഷേത്രങ്ങൾ, ഏറ്റെടുക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങൾ അത്ര എനിക്ക് പറയാനുള്ള കാര്യത്തിൽ. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത്, ഞാനിത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇത് രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രേഷൻ ആയിരിക്കും ഈ ചടങ്ങ്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാമഭക്തന്മാര്, ഹിന്ദു വിശ്വാസികള് ഇതിനൊപ്പം അണിനിരക്കും. അതിനൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകും. ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങൾ എല്ലാ ഹിന്ദു വിശ്വാസികളും അണിനിരക്കുമെന്ന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? എല്ലാ ഹിന്ദുക്കളും അണിനിരക്കുമെന്ന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? ശ്രീ കെ വി എസ് ഹരിദാസ്, സ്മൃതി, ഞാൻ അതുകൊണ്ടാണ് കേജ്രിവാള് ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഡൽഹിയിൽ രാമലീല നടത്താൻ പോവുക. മമതാ ബാനർജി കാളി കെട്ടി പോവുകയാണ്. പവാറും നികേഷ് കുമാറും അതുപോലുള്ളവരൊക്കെ പറയുന്നു ഞങ്ങൾ തൊഴാൻ പോകുമെന്ന്. ഇതൊരു ഹിന്ദു മനസ്സല്ലേ കാണിക്കണേ? ഉദ്ധവ് താക്കറെ പറയുന്നു ഞാൻ അമ്പലത്തിൽ പോകുമെന്ന്. ഈ BJP എതിർക്കുന്നവർക്ക് ഹിന്ദു മനസ്സുണ്ട്, പൂജിക്കാനുള്ള മനസ്സുണ്ട്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹിന്ദു മനസ്സാകുക എന്നത് തെറ്റായ മനസ്സല്ല. ഹിന്ദു വിശ്വാസം തെറ്റാണെന്നുള്ള ആര് പറഞ്ഞു? ഞങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. എന്താഗ്രഹിക്കുന്നുള്ളൂ എന്ന്? അല്ല, ഞങ്ങൾ അത്ര ആഗ്രഹിക്കുന്നു. പ്രതിഷ്ഠാദിനത്തിൽ മോദിക്ക് അവിടെ എന്താണ് കാര്യം? മോദി എന്തിനാണ് എല്ലാ രാമക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദേശം നൽകുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷത്തോടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം എന്താണ്? അതും കൂടി ഒന്ന് പറയൂ. മോദി ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ആവർത്തിച്ചു വരുന്നത്. ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയാണോ എന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. അതാണ് പ്രശ്നം. യോഗി ആദിത്യനാഥ് അവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങളും നിങ്ങളും നമ്മളും അവരും മുസ്ലിങ്ങളെ. ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ ക്ഷേത്രത്തിന്റെ പൂജയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, അത് തന്നെയാണ് ചോദ്യം. ശ്രീ സനോജ് പറയട്ടെ, ശ്രീ KVS പറയട്ടെ. അഭിമാനത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി അയോധ്യയിൽ പോകുന്നത്. ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ, ആ ക്ഷേത്രം അവിടെ ഉയരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അത്രമാത്രം ഈ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നടന്ന സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നത്. ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കാൻ പ്രാർത്ഥനാ നിർഭരനായിട്ട് നരേന്ദ്രമോദി അഭിമാനത്തോടു കൂടി തന്നെയാണ്. ഹിന്ദു എന്ന നിലയിലുള്ള, ഭക്തൻ എന്ന നിലയിലുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ്. Debate with Smriti Parithikad.